AI-ന്റെ കാലഘട്ടമാണ്. അപ്പോൾ AI-ന്റെ മൊബൈൽസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ലാപ്ടോപ്പും ഒരു പ്രീമിയം കാറ്റഗറി ലെവലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ AI-ൽ ബേസിക് റേഞ്ചിലേക്കും കൂടിയും ലാപ്ടോപ്പുകൾ വരികയാണ്. അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് ഒരു നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പ് പറഞ്ഞാലും ഒരു AI എൻഹാൻസ്ഡ് ലാപ്ടോപ്പ് എന്താണ് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് ജനറേഷൻ AI ആൻഡ് AI എൻഹാൻസ്ഡ് ലാപ്പ് രണ്ട് തരം ലാപ്പാണ് CS വരുന്നത്. അപ്പോൾ NPU എന്ന് പറയും. NPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഫീച്ചേഴ്സുകൾ റൺ ചെയ്യാനുള്ള ഒരു ചിപ്സെറ്റാണ്. ഈ NPU 40 ടോപ്സ്, ഈ ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രൊസസ്സർ ടില്യൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഈ ടോപ്സ് 40 മുകളിൽ വരികയാണെങ്കിൽ, അതായത് NPUവിൻ്റെ പെർഫോമൻസ് മെഷർമെൻറ്റ് എടുക്കാൻ വരുന്നതാണ് പറയുന്ന പേരാണ് ടോപ്സ്. ഇത് 40 മുകളിൽ വരികയാണെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പാണ്. നെക്സ്റ്റ് ജനറേഷൻ ഫീച്ചേഴ്സ് AI-ൻ്റെ ഫീച്ചേഴ്സൊക്കെ 40 ടോപ്സ് മുകളിലുള്ള വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് HP-ൽ വരുന്ന മോഡൽസിലൊക്കെ 45, 47, 50, 55 ഒക്കെ വരുന്നുണ്ട്. 40 താഴെ ടോപ്സ് വരുന്ന മോഡൽസ് AI എൻഹാൻസ്ഡ് ലാപ്പാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ AI PC-യും AI എൻഹാൻസ്ഡ് AI PC-യും തമ്മിൽ വ്യത്യാസം തന്നെ. നെക്സ്റ്റ് ജനറേഷനിൽ ടോപ്സ് 40 മുകളിലായിരിക്കാനും, അതുപോലെ ഇതിൽ കോപ്പൈലറ്റ് പ്ലസ് വരും. മറ്റേൽ വെറും കോപ്പൈലറ്റാണ് വരിക, 40 ടോപ്സിന് താഴെ ആയിരിക്കും. ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ AI PC-യും AI എൻഹാൻസ്ഡ് ലാപ്ടോപ്പ് തമ്മിലുള്ള വ്യത്യാസം. ഈ NPU വരുന്ന പ്രോസസ്സൊക്കെ ചിപ്പ് സെറ്റൊക്കെ ഏകദേശം 8 മടങ്ങ് പെർഫോമൻസ് നോർമൽ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് കിട്ടുന്നതാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. പൈലറ്റ് പ്ലസ് വരുന്ന മോഡൽ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വീഡിയോ എന്തെങ്കിലും കാണുകയെന്ന്, യൂട്യൂബ് വീഡിയോ അല്ല ഫേസ്ബുക്ക് പോലത്തെ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാംഗ്വേജ് 44 ഭാഷകളിലേക്ക് നമുക്ക് സബ് ടൈറ്റിലായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. മലയാളം ഓപ്ഷൻ അല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് കാണാൻ നമുക്ക് പോർച്ചുഗലിലേക്കോ വേറെ പല ഭാഷകൾ, അങ്ങനെ 44 ഭാഷകളിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ പെയിൻറ്റ് കോ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പെയിൻറ്റ് കോ ക്രിയേറ്റിൽ നമുക്ക് സാംസങ്ങിലൊക്കെ പോലെ ജസ്റ്റ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്താണോ വേണ്ടത് ആ പിക്ചർ അവിടെ വരും. അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താലൊക്കെ നമുക്ക് എന്താണോ പിക്ചർ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കായി AI ജനറേറ്റ് ചെയ്ത് തരും. അതൊക്കെയാണ് കോപ്പൈലറ്റ് പ്ലസിലെ ഡിഫറൻറ്റ്. ഈ കോപ്പൈലറ്റ് വരുന്ന 40 ടോപ്സിന് താഴെ വരുന്ന മോഡൽസുകളിൽ ഈ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതുപോലെ HP-യുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പും അതർ ബ്രാൻഡിലെ നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഒന്ന് HP-യുടെ നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്ടോപ്പുകളിൽ പോളി ക്യാമറൻ്റെ ആണ് വരുന്നത്. ഈ പോളി ക്യാമറയിൽ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്പൊന്നും ഇല്ലാതെ ഫിൽറ്റർ ചേഞ്ചിങ്, അതുപോലെ വാട്ടർമാർക്കിൽ നമുക്ക് എഴുതാം. നമ്മൾ സൂമിലോ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഇതിൽ വാട്ടർമാർക്കിൽ അതിൽ എഴുതാൻ പറ്റും. ഫിൽറ്റർ ഓപ്ഷൻസ്, അത് തേർഡ് പാർട്ടി ആപ്പ് ഇല്ലാതെ തന്നെ HP-യുടെ പോളി ക്യാമറയിൽ ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ കഴിയും. രണ്ടാമതുള്ളതാണ് HP AI കമ്പാനിയൻ. അതായത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ HP-യുടെ ഒരു AI ആപ്പാണ്. അതിൽ നമുക്ക് 3 ഓപ്ഷനാണ് ഉള്ളത്: ഡിസ്കവർ, അനലൈസ്, അതുപോലെ പെർഫോം. ഈ 3 ഓപ്ഷൻസാണ് അതിൽ ഡിസ്കവറിൽ നമുക്ക് പല കാര്യങ്ങളും, അതായത് നമുക്കൊരു ബയോഡാറ്റ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് രീതിയിൽ നമുക്ക് വരും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആരെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പേര് ദിൽഷാദ്, ക്രിയേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ദിസ് ഡേറ്റും കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. അത് കറക്റ്റ് അതിൻ്റെ ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അതാണ് ഡിസ്കവർ എന്നുള്ള ഓപ്ഷനിൽ വരുന്നത്. അതുപോലെ അനലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അനലൈസ് എന്ന് നമുക്ക് PDF മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഭാവിയിലേക്ക് ചിലപ്പോൾ HP വേറെ JPG ആണ്ട് പലരിലേക്കും കൺവേർട്ട് ആവും. അപ്പോൾ നിലവിൽ PDF ആണ്. നമുക്കതിൽ PDF ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 പേജൊക്കെയുള്ള ഒരു PDF ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി പെട്ടെന്ന് നോക്കേണ്ട ഒരാൾക്ക് അത് മൊത്തത്തിൽ റീഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം. പക്ഷേ നമ്മൾ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അതിന് എന്തൊക്കെ കണ്ടന്റുകളാണോ അത് മാത്രം കിട്ടും. അതുപോലെ ഒരു ബയോഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബയോഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ടാവില്ല, ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് CV-യിൽ ബയോഡാറ്റ ഉണ്ടാകും ചിലപ്പോൾ. പക്ഷെ അത് നമുക്ക് ഷോർട്ടായിട്ട് അവരുടെ എക്സ്പീരിയൻസ്, പേര്, സ്ഥലം, അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ളതായിട്ട് അത് തരും. അതുപോലെ പെർഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പെർഫോമൻസിൽ നമുക്ക് ലാപ്ടോപ്പിൽ എല്ലാ സെറ്റിങ്സും അതിൽ തന്നെ മാറ്റാം. അത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ലാപ്ടോപ്പിന് ബ്രൈറ്റ്നസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് 80% ആണെങ്കിൽ ബ്രൈറ്റ്നസ് 80% മാറും. അതുപോലെ ഓഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ ചെയ്യാം. അങ്ങനെ ഒരു ലാപ്ടോപ്പിൻ്റെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പെർഫോമിൽ പോയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ HP അതൊരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പിൽ മാത്രമാണ് ഈ ഫീച്ചർ ഉള്ളത്. ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷൻസ് നമുക്കതിൽ കാണാം. അടുത്തതാണ് HP-ൻ്റെ ലാപ്പിൽ വരുന്ന My HP എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്.
ഈ ആപ്പിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ടോട്ടലി പെർഫോമൻസ് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒമൻ ഹോബിലൊക്കെ ഉണ്ടാവുന്ന ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബാറ്ററിൻ്റെ ആയാലും ഫാൻ നോയ്സ് കുറക്കണമായാലും പെർഫോമൻസ് കൂട്ടാലൊക്കെ നമുക്ക് മൈ എച്ച് പിയിൽ കമൻറ്റ് വഴി ജസ്റ്റ് ടൈപ്പ് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. അത് മൈ എച്ച് പിയിൽ ഈ ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷൻസ് എച്ച് പിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്ടോപ്പുകളിൽ മാത്രം കിട്ടുന്ന ഓപ്ഷൻ. അപ്പോൾ എച്ച് പിയുടെ പുതുതായിട്ട് വരുന്ന ലാപ്ടോപ്പിന് വരുന്നതാണ് ഒമ്നി ബുക്ക്. ഒമ്നി ബുക്കാണെങ്കിൽ എച്ച് പി അങ്ങോട്ട് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എല്ലാ മോഡൽസിനും ഒമ്നി ബുക്ക് ലാപ്ടോപ്പുകളാണ് വരിക. ഇപ്പോൾ നിലവിൽ കൊണ്ടിരിക്കുന്ന സ്പെക്ട്ര ലാപ്പിന് പകരം എച്ച് പി കൊണ്ടുവരുന്നതാണ് ഒമ്നി ബുക്ക് അൾട്ര. അതുപോലെ എച്ച് പി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന NV ലാപ്പിന് പകരം എച്ച് പി കൊണ്ടുവരുന്ന ഒമ്നി ബുക്ക് എക്സ്. ഒമ്നി ബുക്ക് എക്സ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിലുള്ള NV ലാപ്പിനാണ് എച്ച് പിന് അത് വരുന്നത്. അതുപോലെ എയറോ സീരീസ് വരുന്ന മോഡലാണ് പവലിയൻ ഒമ്നി 7 എന്ന് പറയും. അപ്പോൾ നിലവിൽ വരുന്ന എയറോ സീരീസിന് പകരം. അതുപോലെ പവലിയൻ സെഗ്മെന്റിന് ഒമ്നി 5 എന്ന് പറയും. അതുപോലെ ഒമ്നി 3 ആണ് HP 15s ലാപ്പിനാണ് ഒമ്നി 3 വരുന്നത്. ഒമ്നി 3 കറന്റ് റേഞ്ച് കിട്ടില്ല, ഒരു 1 or 2 മന്തിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ വരും. അതാണ് ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്ന ലാപ്പ്. ഈ ഒമ്നി ബുക്കിൽ തന്നെ നെക്സ്റ്റ് ജനറേഷൻ AIയിലുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ അല്ലാത്ത AI ലാപ്പുകളും ഉണ്ട്. കൂടുതൽ മോഡൽസും നെക്സ്റ്റ് ജനറേഷൻ AIയിലാണ് ഒമ്നി ബുക്കിൽ വരുന്നത്. 3യിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ഒമ്നി ബുക്ക് 5ഉം 7ഉം വന്നിട്ടുണ്ട്. 7 ഏകദേശം 1 kg താഴെയാണ് ഒമ്നി ബുക്ക് വരുന്നത്. അതുപോലെ 100% sRGB ആണ്, 400 nits ഡിസ്പ്ലേ ആണ്. നമുക്ക് പിന്നെ ഒമ്നി 5 എന്ന് പറഞ്ഞാൽ 16 ഇഞ്ച് സ്ക്രീനാണ്, ടച്ച് ഉള്ളതും ഇല്ലാത്തതും വരുന്നുണ്ട്. 300 nits ആണ്, 62.5 ആണ് അതിൻ്റെ sRGB വരുന്നത്. ഏകദേശം 79,990 മുതലൊക്കെ നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ AI കിട്ടും. നെക്സ്റ്റ് ജനറേഷൻ അല്ലാത്ത AI ഏകദേശം 65,000 മുതൽ കിട്ടും. ഒമ്നി 3 വരുമ്പോൾ അതിനും കുറഞ്ഞിട്ടായിരിക്കും ഒമ്നി 3യിൽ വരിക. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ AI PCസും എച്ച് പിയിൽ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ AI PCസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇനി കൂടുതൽ മാർക്കറ്റിൽ കൂടുതൽ ആൾക്കാരും പറയുന്ന പേരായിക്കാരം NPU, അതുപോലെ ടോപ്സ്, നെക്സ്റ്റ് ജനറേഷൻ AI, അതുപോലെ AI എൻഹാൻസ് ലാപ്പ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. NPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഫീച്ചേഴ്സിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചിപ്പാണ് NPU. അതിൻ്റെ പെർഫോമൻസ് അളക്കണതാണ് ടോപ്സ്. 40 മേലേക്കാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ AI ആവും, 40 താഴാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ AI എൻഹാൻസ് ലാപ്പ് ആവും. അതുപോലെ എച്ച് പിയുടെ ഒമ്നി ബുക്ക് സീരീസ്, ഒമ്നി ബുക്ക് അൾട്ര, എക്സ് ഫ്ലിപ്പ്, ഒമ്നി 7, ഒമ്നി 5, ഒമ്നി 3. അപ്പോൾ അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ കോപ്പൈലറ്റ് പ്ലസ്സിൽ വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ്, നമുക്ക് 44 ലാംഗ്വേജ് സബ് ടൈറ്റിലോട് കൂടി മാറ്റാൻ കഴിയും. അതുപോലെ പെയിൻറ്റിൽ കോക്രിയേറ്റ്, സാംസങ്ങിലൊക്കെ ഉള്ള പോലത്തെ ഡ്രോ ചെയ്യാനും ഇതൊക്കെ വരുന്ന ആപ്പുകൾ. അപ്പോൾ ഈ ഒമ്നി ബുക്ക് നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പിൽ വരുമ്പോൾ ലാപ്ടോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ വർക്ക് ലോഡ് വളരെ ഈസി ആവും. ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ വരും. ഇപ്പോൾ 1, 2 അങ്ങോട്ട് വരുന്ന ഫുള്ള് ഈ നെക്സ്റ്റ് ജനറേഷൻ AI കഴിഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ഒമ്നി ബുക്കിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ AI ലാപ്പ് തന്നെ വാങ്ങായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കിട്ടും. റേറ്റും ഏകദേശം ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ഇതിൻ്റെയൊക്കെ പ്രീ ബുക്ക് ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എച്ച് പിൻ്റെ ഷോറൂമുകളിൽ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡലും ഡീറ്റെയിൽസൊക്കെ കിട്ടും. നെക്സ്റ്റ് മന്താണ് ഇതിൻ്റെ ലോഞ്ചിങ് വരുന്നത്. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ സാധനം പ്രൊഡക്റ്റ് ഡെലിവറി കിട്ടും. ഇനിയും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നെക്സ്റ്റ് ജനറേഷൻ AIൻ്റെയും AI എൻഹാൻസ് ലാപ്പിനൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് വെറും AI ലാപ്പാണ് പറഞ്ഞിട്ട് പോയി എടുക്കരുത്. AIയിൽ രണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കണം. നെക്സ്റ്റ് ജനറേഷൻ AI ഏതാണെന്ന് നോക്കണം, AI എനാബിൾഡ് ലാപ്ടോപ്പുകൾ നോക്കണം. നെക്സ്റ്റ് ജനറേഷൻ AIയിലാണ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവുന്ന സിസ്റ്റങ്ങൾ വരിക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം.